നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ യഥാർത്ഥ വരുമാന വളർച്ച 2.5 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എന്ന ഔദ്യോഗിക കണക്കുകൾ. ശമ്പള വർധനയുടെ വളർച്ചാ നിരക്കും പണപ്പെരുപ്പവും കൂടി പലിശ നിരക്ക് ഉയർത്താൻ ഇടയാക്കുമോ എന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ആശങ്കയുണ്ട്. ഏറെ വിവാദമായ വിദേശ ഏജന്റ് ബില്ലിന് ആദ്യ അനുമതി നൽകി ജോർജിയൻ പാർലമെന്റ്. വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് നടപടി. ജപ്പാനിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു. ഷിക്കാഗോ ദ്വീപിലാണ് ബുധനാഴ്ച രാത്രി ഭൂചലനം രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ വകവയ്ക്കാതെ കിഴക്കൻ ജെറുസലേമിൽ പുതിയ കുടിയേറ്റ പദ്ധതികൾ ഇസ്രായേൽ ഭരണകൂടം നടത്തുന്നതായി റിപ്പോർട്ട്. ഒക്ടോബർ 6-ന് ഗാസയിൽ ആരംഭിച്ച ആക്രമണത്തിന് പിന്നാലെ പദ്ധതികളുടെ വേഗത വർദ്ധിച്ചതായി അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ UN സുരക്ഷാ സമിതി സ്ഥിര അംഗത്വത്തിന് പിന്തുണ ഉണ്ടാകും എന്ന പരോക്ഷ സൂചനയുമായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത പട്ടേലാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അക്ബർ സീത സിംഹങ്ങൾക്ക് പുതിയ പേര് ശുപാർശ ചെയ്ത ബംഗാൾ സർക്കാർ. അക്ബർ സിംഹത്തിന് സൂരജ് എന്നും പെൺ സിംഹമായ സീതയ്ക്ക് തനായ എന്നുമാണ് പുതിയ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കും. 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ നടപടിയുമായി സർക്കാർ. DFO ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗബാധിത മേഖലയിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്ന് നശിപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 6 വിക്കറ്റിന്റെ ആധികാരിക ജയം നേടി ഡൽഹി ക്യാപിറ്റൽസ്. അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 11.1 ഓവർ ബാക്കി നിൽക്കെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.